ഈ നമ്മുടെ ബോഡിയിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, നമ്മുടെ ബ്രെയിനിൻ്റെ ടെമ്പറൽ ലോബ്. അത് സാധാരണയായിട്ട് അതൊരു ചെറിയൊരു ബദാമിൻ്റെ ഷേപ്പിലേ ഉള്ളൂ. പക്ഷെ അത് അതാണ് നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതൊരു പേടി, ദേഷ്യം, സ്ട്രെസ്സ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര, ചിലപ്പോൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ പറഞ്ഞു തീരുന്ന പോയി ചാടി എണീറ്റ് ഒരാൾ അടിക്കുന്നു, ചിലരൊക്കെ വീണ് മരിക്കുന്നു, വീണ സ്പോട്ടിലൊക്കെ. അതൊക്കെ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വായിൽ തോന്നിയൊക്കെ വിളിച്ച് പറയാം. പിന്നെ നമ്മൾ ആലോചിക്കും, അത്രയൊക്കെ പറയേണ്ടിയിരുന്നില്ല, എന്തിനാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പട്ടിയോ പാമ്പോ എന്തെങ്കിലും കടിക്കാൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് അതൊക്കെ വരുന്ന ഈ അമിഗ്ഡാലയിൽ നിന്നാണ്. ഇതൊക്കെ വേണം, എല്ലാം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓവറായിട്ടുള്ള പ്രവർത്തനം കാരണമാണ് നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺസൊക്കെ കൂടിയിട്ട് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ, ഈ കോർട്ടിസോൾ, ഇഷ്ടം പോലെ ഹോർമോണൽ വേരിയേഷൻസൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യം, ഇതൊരു അലാം സിസ്റ്റം പോലെയാണ് ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അമിഗ്ഡാല. ഇതിനൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഇത്ര നമുക്ക് സ്ട്രെസ്സ്, സ്ട്രെയിൻ, ആങ്സൈറ്റിയുടെ ഒന്നും ഇത്രയും ഭയങ്കര ഒരു രീതിയിലൊന്നൊരു പീക്ക് ലെവലിൽ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതൊക്കെ വഴി നമുക്ക് സാധിക്കും. പ്രാണായാമ വഴി നമുക്ക് ഇതിൻ്റെയൊക്കെ ഓവറായിട്ടുള്ള റിയാക്ഷൻസൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അമിഗ്ഡാലയിൽ സ്പിരിച്വാലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് മനസ്സിലായല്ലോ. നമ്മുടെ ഈ ഓവർ റിയാക്ഷനൊക്കെ കുറച്ച് മനസ്സിനൊക്കെ ഭയങ്കരമായിട്ട് കാമാക്കി കൊണ്ടുവരാൻ പറ്റും. ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ പിന്നെ ആങ്സൈറ്റി, സ്ട്രെസ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡെയിലി പറ്റുന്നിടത്തോളം എല്ലാവരും പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. പ്രാണായാമം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്.